കുടിവെള്ളക്ഷാമം രൂക്ഷമായപ്പോൾ സ്വന്തമായൊരു കുടിവെള്ള പദ്ധതി സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് തൃശൂർ കൊടുങ്ങല്ലൂരിലെ കല്ലുപുറം നിവാസികൾ. ദീർഘനാളുകൾ സമരം ചെയ്തിട്ടും ഫലമില്ലാതായതോടെയാണ് നാട്ടുകാർ ചേർന്ന് ഇത്തരമൊരു തീരുമാനമെടുത്തത്. 60-ലധികം കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന പദ്ധതിയുമായി സഹകരിക്കാൻ നിരവധി ആളുകളാണ് മുന്നോട്ട് വരുന്നത്. ഉപ്പുവെള്ളം കയറിയ പ്രദേശത്ത് നിന്നും കുടിവെള്ളം കിട്ടാതായതോടെയാണ് സമരം ആരംഭിക്കുന്നത്. ഇതിനിടയിൽ ദേശീയപാതാ നിർമ്മാണത്തിന്റെ പേരിൽ ഏക ആശ്രയമായിരുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനുകളും തകരാറിലായി. കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാതായതോടെ പലയിടങ്ങളിലും നാട്ടുകാർ പരാതികളുമായെത്തി. പരാതികൾക്ക് പരിഹാരമില്ലാതായതോടെയാണ് സ്വന്തമായി ഒരു കുടിവെള്ള പദ്ധതിക്ക് തുടക്കമിടാൻ ശ്രീനാരായണപുരം കല്ലുപുറം നിവാസികൾ തീരുമാനിക്കുന്നത്. കുടിവെള്ള പ്രശ്നം നിരന്തരമായുള്ളൊരു പ്രശ്നം കാരണം നമ്മളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ഒരു ടാങ്ക് വെച്ച് എല്ലാ വീടുകളിലേക്കും ഒരു പൈപ്പ് ലൈൻ, അങ്ങനെ ഇവിടെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് എല്ലാവരുടെ സഹകരണം കൊണ്ട് നമ്മളൊരു വീടിന് മിനിമം ഒരു 5000 രൂപയാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് ഒരു ബഡ്ജറ്റ് ഇട്ടിട്ട് അതിനിടയ്ക്ക് കുറച്ച് സ്പോൺസർമാരെ നമ്മൾ കണ്ടെത്തി. അങ്ങനെ നമ്മൾ സ്റ്റാർട്ടിങ് പണി നമ്മൾ ഇവിടെയുള്ള കൂട്ടായ്മ ഇത്രയും ആളുകൾ കൂടിയിട്ട് നമ്മൾ അതിൻ്റെ കുഴിയും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയി ഒരു 90% ഇപ്പോൾ പണി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രദേശത്ത് ശുദ്ധജല സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തിയ സ്ഥലത്ത് 3 കുഴൽ കിണറുകൾ കുഴിച്ച് പൈപ്പ് ലൈനുകൾ കുഴിച്ച് കുടിവെള്ളം വീടുകളിലേക്ക് എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത്. 3 ലക്ഷത്തോളം രൂപ ചെലവ് കണക്കാക്കുന്ന പദ്ധതിയിലൂടെ 60 കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കും. ഈ പ്രദേശത്ത് മാത്രമല്ല, നമ്മൾ പുറത്തുനിന്നുള്ള ആളുകളെ നമ്മളിൻ്റെ അകത്ത് അടുപ്പിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ സാമ്പത്തികമായിട്ട് ഇത്തിരി പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമാണ് നമ്മൾ ഈ കല്ലുപുറത്ത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിത്തിരി സാമ്പത്തികം കണ്ടെത്താൻ വേണ്ടി നമ്മൾ സാമ്പത്തികമുള്ള നമ്മുടെ ഈ പ്രദേശം സഹായിക്കാൻ പറ്റിയ ആളുകളൊക്കെ പോയി കണ്ട് അവരെ സഹായമൊക്കെ നമുക്ക് സാമ്പത്തികമായിട്ടും നമുക്ക് ഒരേ സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾക്ക് മോട്ടർ ഇപ്പോൾ 2 മോട്ടർ നമുക്ക് 2 ആൾ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അതാണ് ഒരു 17,000 രൂപ അടുത്ത് വരുന്ന 2 മോട്ടർ 2 ഇക്കന്മാരാണ് നമുക്ക് വാങ്ങിച്ചു തന്നത്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യം വന്ന ടാങ്കുകൾ ഒരു 6 എണ്ണം നമുക്ക് 6 ആൾ സ്പോൺസർ ചെയ്ത് അത് അവർ വാങ്ങിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ്മ നമ്മളിവിടെ ഉണ്ടാക്കിയതിൻ്റെ പേരിലാണ് ഈ കാര്യം ഭംഗിയായിട്ട് നടക്കുന്നത്. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ 7ാം വാർഡ് മെമ്പർ PA നൌഷാദ് രൂപം നൽകിയ പദ്ധതിയോട് സഹകരിക്കാൻ സമരം ചെയ്തു മടുത്ത നാട്ടുകാർ ഒന്നടങ്കം തയ്യാറായി. ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചാണ് ഇതിനുള്ള പ്രവർത്തനങ്ങളുമായി ഇപ്പോൾ മുന്നോട്ടു പോകുന്നത്. പദ്ധതിക്ക് ആവശ്യമായ തുകയുടെ പകുതിയോളം ഗുണഭോക്താക്കളിൽ നിന്നാണ് സമാഹരിക്കുന്നത്. ശേഷിക്കുന്ന തുക കണ്ടെത്താൻ പ്രദേശത്തെ പൗരപ്രമുഖരും വ്യാപാരികളുമാണ് മതരാഷ്ട്രീയ വ്യത്യാസങ്ങൾ മറന്ന് നാട്ടുകാർക്കൊപ്പം നിൽക്കുന്നത്. ന്യൂസ് മലയാളം, തൃശൂർ.